നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നോ കോൺടാക്റ്റിലിരിക്കുന്ന ആളുകൾ. അപ്പം നിങ്ങൾക്കറിയില്ല അവരെവിടെയാണ്, എന്താണ് ചെയ്യുന്നത്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, എന്തെങ്കിലും തിരിച്ചു വരുമെന്നൊന്നും അറിയില്ല. അപ്പം അവരുടെ ഫീലിങ്സും ആക്ഷൻസും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോ കോൺടാക്റ്റിലിരിക്കുന്ന റിലേഷൻഷിപ്പിലുള്ള ആളുകളുടെ അതാണ് റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ, ബ്രൗൺ, റെഡ്, ഈ 3 കളേഴ്സാണ് എടുത്തേക്കുന്നത്. ഗ്രീൻ, ബ്രൗൺ, റെഡ്. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല, കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്ത് ഡിസിഷൻസ് എടുക്കാൻ പാടില്ല കേട്ടോ. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. സിംഗിൾ ക്വസ്റ്റ്യൻ്റെ റീഡിങ്ങും ഉണ്ട്, പാക്കേജും ഉണ്ട്. സിംഗിൾ ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള യെസ് ഓർ നോ അല്ല. ഓവറോൾ ഓറക്കൽ മെസ്സേജ് നോക്കും, പിന്നെ ഓവറോൾ എനർജി, പിന്നെ നിങ്ങൾക്ക് എന്ത് ചോദ്യമാണ് ചോദിക്കാനുള്ള ആ ചോദ്യം, പിന്നെ ഗൈഡൻസ്. ഇത്രയുമാണ് ഒറ്റ ക്വസ്റ്റ്യൻ്റെ. പിന്നെ പാക്കേജ് ആണെങ്കിൽ 3 ചോദ്യം ചോദിക്കാം കേട്ടോ. അതിലും ഓറക്കൽ മെസ്സേജും ഓവറോൾ എനർജിയും ഗൈഡൻസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രമേ പാക്കേജിൽ ചാർജ് ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെയാണ് റീഡിങ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പം നമ്മൾ നോക്കുക, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്, അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ള, പിന്നെ അവരെന്തെങ്കിലും ആക്ഷനും എടുക്കുമോ, പിന്നെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സിൽ നിന്ന്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ എടുക്കുന്നത് ബ്രൗൺ സെലക്ട് ചെയ്തൊരു റീഡിംഗ് ആണ്. അപ്പോൾ ബ്രൗൺ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്. ബ്രൗൺ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്. ഒരു കാർഡാണ് വീണത്, സെൽഫ് കെയർ. അപ്പോൾ ഈ ബ്രൗൺ സെലക്ട് ചെയ്തവരാൾ അവരുടെ കാര്യങ്ങൾ നോക്കാറില്ല. അവരുടെ കാര്യം മറന്ന് മറ്റുള്ളവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുന്ന കുറേ ആളുകളാണ് ഈ ബ്രൗൺ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളുണ്ടെങ്കിലേ അവർക്ക് ഗുണം ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാകുമ്പോൾ നിങ്ങളുടെ കാര്യം കൂടെ നോക്കണം. ഓക്കേ, അപ്പോൾ നിങ്ങൾ പുറത്തു കൂടാവട്ടാ. അപ്പോൾ നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്തപ്പോൾ ഭയങ്കരമായ നിങ്ങൾക്ക് ഒന്നിനും സമയമില്ല, നിങ്ങളുടെ കാര്യം നോക്കാൻ സമയമില്ല. ഇത് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ആവാം. എന്ന് വെച്ചാൽ മക്കളുടെ കാര്യവും വീട്ടിലെ കാര്യം നോക്കി നടന്നിട്ട് സ്വന്തം കാര്യം നോക്കാൻ, അസുഖമുണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ സമയമില്ല, അങ്ങനത്തെ ആളുകൾ. അപ്പോൾ അച്ഛനായാലും അമ്മയായാലും ബ്രദർ സിസ്റ്റർ ആരും ആയിക്കോട്ടെ, ഇത് അപ്പൂപ്പൻ അമ്മൂമ്മ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഭർത്താവും ഭാര്യ, കുട്ടികൾ, ആരും ആയിക്കോട്ടെ. അപ്പോൾ ഈ ബ്രൗൺ സെലക്ട് ചെയ്തവർ നിങ്ങളുടെ ചിലപ്പോൾ ഫുഡ് നിങ്ങൾ സമയത്തിന് കഴിക്കുന്നില്ലായിരിക്കാം, ചിലപ്പോൾ ചെക്കപ്പിനൊന്നും പോവാത്തവരായിരിക്കാം, ചിലപ്പോൾ ഡ്രസ്സ് മേടിക്കാൻ പോകാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യം കൂടെ നോക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. നിങ്ങൾ കിടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സഹായം കിട്ടുന്നവർക്ക് സഹായം കിട്ടാതെ ആവും. അപ്പോൾ നമ്മളുടെ കാര്യം കൂടെ നോക്കണം എന്നാണ് പറയുന്നത്. ഇനി ഇത് കിട്ടാൻ വന്നിട്ടുണ്ട്. ഇതും ഒരുതരം ഓറക്കൽ മെസ്സേജാണ്. ഇത് ഞാൻ പറയുന്നത്. ഇത് മെറ്റീരിയലിസ്റ്റിക്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളുകൾ, കാക്കകൾ അവിടെ വന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. മിക്കിക്കുട്ടിന് ഇവിടെ ഒച്ച ഉണ്ടാക്കി എടുത്തിട്ട് ഒറ്റ ഇരിക്കും കിട്ടുമിക്കോ. ഈ ഈസൻ്റാണ് ഒരു സൈഡിൽ പോയി ഒതുങ്ങിയാണ്. നല്ല കൂട്ടനാണ്. അവിടെ ഇല്ല കിട്ടിയെങ്കിൽ എന്നോട് ഇരിക്കും. ഇതിങ്ങനെ. അപ്പോൾ ഇതിൽ പറയുന്നത് റീയൂണിയൻ പറയുന്നുണ്ട്.
അപ്പോൾ ഒരു റീയൂണിയൻ പറയുന്നുണ്ട് ഇതിനകത്ത്. മണി, പൈസയുടെ കാര്യം പറയുന്നുണ്ട്. കൺസൊലേഷൻ, പിന്നെ ഉള്ളത് യങ് വുമൺ, ഒരു ചെറുപ്പക്കാരി. കൺസൊലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ദുഃഖത്തിലിരിക്കുകയാണെങ്കിൽ നമ്മളെ കൺസോൾ ചെയ്യുക, നമ്മളെ പറഞ്ഞ് ശാന്തനാക്കുക അല്ലെങ്കിൽ ശാന്തയാക്കുക. അങ്ങനെ ആരെങ്കിലും നമ്മുടെ ലൈഫിലേക്ക് വരും. റിയൂണിയൻ പോസിബിൾ ആണെന്നാണ് പറയുന്നത്. പിന്നെ മണി. ഇത്രയുമാണ് നിങ്ങളുടെ ഓറക്കിൾ കാർഡ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരുടെ അടുത്തെങ്കിലും നോ കോൺടാക്റ്റിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ റിയൂണിയൻ പോസിബിൾ ആണെന്നാണ് പറയുന്നത്. പിന്നെ കൺസൊലേഷൻ, ചിലപ്പോൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ പുതിയ ഒരാൾ, ഒരു യങ് വുമൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും കൺസോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും, ആൺകുട്ടികളാണെങ്കിലും അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. പിന്നെ അത് ഡെവലപ്പ് ചെയ്ത റിലേഷൻഷിപ്പിലേക്ക് പോകുമോ എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. എന്തായാലും ഒരു റീയൂണിയനൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? 2 കാർഡാണ്, 3 കാർഡാണ് പറയുന്നത്. പേജ് ഓഫ് കപ്സ്. നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളെക്കുറിച്ച്, നോ കോൺടാക്റ്റിലിരിക്കുന്ന ആളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും കേൾക്കാനിടവരും. ആ ഒരു എനർജിയാണ്. അപ്പോൾ ആരും എന്തോ നിങ്ങൾ കേട്ടിട്ടുണ്ട്, മനസ്സിലായോ? അതല്ലെങ്കിൽ ആരൊക്കെയോ നിങ്ങളോട് അവരെക്കുറിച്ച് പറയുന്നുണ്ട്, അവരോട് നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഫുൾ റിവേഴ്സാണ്. അപ്പോൾ പക്ഷെ 2 പേരും ഒരു ആക്ഷൻ എടുക്കാണ്ട്, 2 പേരും റിലേഷൻഷിപ്പിലേക്ക് പോകാതെ അകന്ന് നിൽക്കുകയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളുണ്ടാവാം. ഇതൊരു റിസ്ക് ആണ്. സ്നേഹമുണ്ടെങ്കിലും റിസ്ക് എടുക്കാൻ മടിയായിട്ടിരിക്കുന്ന 2 പേര്, അല്ലെങ്കിൽ ഞാൻ എടുത്ത ചോയ്സസ് ശരിയായോ എന്ന് ആലോചിക്കുന്ന, ആക്ഷൻ എടുക്കാതെ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകാതെ ഹോൾഡ് ചെയ്തിരിക്കേണ്ടത് നിങ്ങൾ ഒരാളോ അല്ലെങ്കിൽ 2 പേരോ. കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. പിന്നെ ഇതൊരു വർക്കഹോളിക് റിലേഷൻഷിപ്പ് സിറ്റുവേഷനാണ്. അപ്പം 2 പേരും ചിലപ്പോൾ അവരുടെ അബണ്ടൻസ്, അവരുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ ഒരാൾ ഇപ്പോൾ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കണം ആ ഒരു ചിന്തയിലാണ്. അപ്പോൾ ജോലിയിലൊരു വർക്കഹോളിക്കാണ് ഒരാൾ, കേട്ടോ. അതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. റൗണ്ട് സെലക്ട് ചെയ്തവരുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? കുറേ ഉണ്ടല്ലോ. 8 ഓഫ് പെൻറ്റക്കിൾസ്. ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്താൽ കൊള്ളാവുന്ന ഈ പേഴ്സൺ ഉണ്ട്. ക്വീൻ ഓഫ് സ്വേർഡ്സ്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ഇതിനകത്ത് പ്രശ്നമുണ്ടായി, നിങ്ങൾ അകന്നു എന്നത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, കേട്ടോ. അല്ലാതെ അതിനെ ഫൈറ്റ് ചെയ്യുന്നില്ല, അയ്യോ മറ്റേ അങ്ങനെ ഇങ്ങനെ ഒന്നുമല്ല. അപ്പോൾ ഇനി അങ്ങനെ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്തു, നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട് എന്ന് ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങളോട് ഇപ്പോഴും റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ ആക്ഷൻ എടുക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ ആ പേഴ്സൻ്റെ ജോലിയിൽ കേന്ദ്രീകരിച്ച്, ഇവിടെ ജോലിയുടെ വർക്കഹോളിക് ഒരാളെ കണ്ടു. അപ്പോൾ ഈ പേഴ്സൺ ജോലിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതുകൊണ്ട് ഈ പേഴ്സൺ എല്ലാ സിറ്റുവേഷനും വിട്ട് നിൽക്കുകയാണ്, കേട്ടോ. ഒരു ബാരിയർ ഉണ്ട്. ഈ പേഴ്സണോട് ആർക്കും മിണ്ടാൻ പറ്റില്ല. ഈ പേഴ്സൺ ആരോടും മിണ്ടുന്നില്ല, മനസ്സിലായി. സ്വന്തം ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്തു ഈ സിറ്റുവേഷൻ വർക്കൗട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവാണെന്ന്, മനസ്സിലായോ? അപ്പോൾ പക്ഷേ ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ലൈഫ് പോയതിൽ ഭയങ്കര സങ്കടമുണ്ട്. കാരണം നിങ്ങൾ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സണിൻ്റെ ഓരോ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തിരുന്നു, നിങ്ങൾ വളരെ വളരെ ഇതായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പേഴ്സണ് ഉള്ളിൽ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, പാഷനറ്റ് ഫീലിങ്സ് ഉണ്ട്, പക്ഷേ അത് ആക്ഷനിലേക്ക് പോകുന്നില്ല. സൺ കാർഡ് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റിയാണ്, കൂടുതൽ ക്ലാരിറ്റി ഈ സിറ്റുവേഷനെ കുറിച്ച് കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ, ചിലപ്പോൾ എന്തെങ്കിലും സംസാരത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പെരുമാറ്റത്തിൽ നിന്നോ ഒക്കെ വന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇത്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് പെരുമാറിയത്. ചില സമയത്ത് നമ്മൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മൾ തന്നെത്താനെ എന്ന് വെച്ചാൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ 2 പേരാണ്. 2 പേര് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിച്ച് 2 പേരും തീരുമാനിച്ച് മുമ്പോട്ട് പോവുകയാണ്.
പെട്ടെന്ന് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാൾ മറ്റേ ആളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. കാരണം 2 പേരാണ് റിലേഷൻഷിപ്പിലുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളെന്തോ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയ പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലുള്ള വിശ്വാസ്യത പോയി. ഇപ്പോൾ ക്ലാരിറ്റി കൂടുതൽ വേണം ഈ പേഴ്സണ്. അപ്പോൾ ഈ പേഴ്സൺ അങ്ങനെ ഇപ്പോൾ ഒരു അറിയില്ല എന്താണ് നടക്കാൻ പോകുന്നത്. ആകെ അൺഎക്സ്പെക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിചാരിക്കാതെ. അപ്പോൾ ഈ പേഴ്സൺ ഇതിനകത്ത് ഇനി കമ്മിറ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിരുന്നില്ല എന്ന് ഈ പേഴ്സണ് മനസ്സിലായി. ഇത് കമ്മിറ്റ്മെൻറ്റിൻ്റെ കാർഡാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾ, അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് കമ്മിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ കമ്മിറ്റഡ് ആയിരുന്നില്ല എന്നൊരു ഫീലിംഗ് ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. അപ്പോൾ മൂൺ കാർഡ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ പേഴ്സൺ നേരത്തെ തുടങ്ങിയ റിലേഷൻഷിപ്പിൽ നമുക്ക് ചില റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ എത്ര ആഗ്രഹിച്ചാലും ഇത് നടക്കില്ല എന്ന് പുറകിൽ നിന്നൊരു ഉൾവിളി ഉണ്ടാവില്ല. അതുപോലെ ഈ പേഴ്സണ് അപ്പോൾ ഈ റിലേഷൻഷിപ്പ് പോകും എന്നൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ആ റിലേഷൻഷിപ്പ് നോ കോണ്ടാക്റ്റിലേക്ക് പോയപ്പോൾ ആ പേഴ്സൺ ആ ഒരു ഭയം അകന്നു. കാരണം വിചാരിച്ചത് നടന്നു. ഇത് സക്സസ്ഫുൾ ആകാത്ത ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് ആ പേഴ്സണ് നേരത്തെ അറിയാമായിരുന്നു. ഇപ്പം അതുകൊണ്ട് ആ പേഴ്സണ് പേടിയില്ല. ഇനിയിപ്പോൾ പേടിക്കാനില്ല, റിലേഷൻഷിപ്പ് പോയി, ഇനി എന്തോർത്ത് പേടിക്കാനാണ്. അപ്പോൾ ഇതാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. നിങ്ങൾ ഒരു 2 തരത്തിൽ വരാം. നിങ്ങൾ ഭയങ്കര പേടിയുള്ള ഒരാളാണ്, കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാത്ത ആളാണ്. കാരണം ഇവിടെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പേടിയുള്ളത് കൊണ്ട്, ഇത് വലിയൊരു പ്രശ്നമാകുമെന്ന് പേടിയുള്ളത് കൊണ്ട് നിങ്ങൾ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തില്ല. ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആണ് സിറ്റുവേഷനിൽ. പക്ഷേ ആ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്തു, നിങ്ങളെ മനസ്സിലാക്കി. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സിറ്റുവേഷനിൽ ഒരു ആക്ഷൻ എടുക്കാതിരുന്നതും, നിങ്ങളെ എന്തുകൊണ്ടാണ് ഇവിടെ ബാക്ക് ഔട്ട് ചെയ്തതും എല്ലാം ഈ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഈ പേഴ്സണ് ആഗ്രഹമില്ല കേട്ടോ. ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ. അപ്പോൾ ഈ റിലേഷൻഷിപ്പിലേക്ക് പോകാനൊന്നും ഈ പേഴ്സൺ ആഗ്രഹമില്ല. ഇനി ഓഫർ ചെയ്യാനൊന്നുമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ഇപ്പോൾ ഇനി ആക്ഷനൊന്നും എടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്, എന്നാലും നമുക്ക് ചോദിക്കാം ആക്ഷൻ എന്തെങ്കിലും. ലവേഴ്സ് കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഒരു ഹാർമണി, സ്നേഹം ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കിയെങ്കിലും നിങ്ങളെ ഇപ്പോഴും ഈ പേഴ്സൺ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഈ പേഴ്സൻ്റെ നേരത്തെയുള്ള അനുമാനങ്ങൾ ശരിയായി വന്നു. നമുക്ക് ആരെ വേണമെങ്കിൽ സ്നേഹിക്കാമല്ലോ, പക്ഷേ ആ പേഴ്സൺ നമുക്ക് പറ്റിയ ആളാവണമെന്നില്ല, റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകണം എന്നുമില്ല. അപ്പോൾ അതാണ് ഈ പേഴ്സണ് പറ്റിയത്. ഇവിടെ ഈ പേഴ്സൺ 10 ഓഫ് പെൻറ്റക്കിൾസും സ്റ്റാർ എന്ന് പറഞ്ഞാൽ റീകൺസിലിയേഷൻ, അതാണ് റിയൂണിയൻ ഇവിടെ കാണിച്ചത്. മനസ്സിലായോ? റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. അതാണ് ലവേഴ്സ് കാർഡ് വന്നത് ഇവിടെ. അപ്പോൾ നെക്സ്റ്റ് ആക്ഷൻ, നിങ്ങളോട് ഈ പേഴ്സൺ സംസാരിക്കും. ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ആണ്, ഇമോഷണൽ ഹാപ്പിനെസ് അല്ല. ഹെൽത്ത്, വെൽത്ത്, ഫാമിലി, ഒരു കല്യാണം കഴിച്ച കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കണം എന്നുണ്ട്. ഒരു റീകൺസിലിയേഷൻ നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഈ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. പക്ഷേ നോക്കാം നമുക്ക് എന്താണ് യൂണിവേഴ്സിൽ നിന്നുള്ള നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ നിങ്ങളാണ് ഇവിടെ പ്രശ്നമായിട്ട് റിലേഷൻഷിപ്പ് പോയതെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് മാപ്പ് തരാനും ഒരു ട്രൈയും കൂടെ ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സണൽ ലൈഫിൽ വേറെ ആരോ ഉണ്ട് ഈ പേഴ്സണെ കൺസോൾ ചെയ്യാൻ. നിങ്ങൾ പോയി പോട്ടെ, കുഴപ്പമില്ല, ഈ പേഴ്സണെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ പേഴ്സണൽ ലൈഫിൽ ആരോ ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ ചാരിയറ്റ്, ഇത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിൻ്റെ. ചാരിയറ്റ് അപ്രൈറ്റും 8 ഓഫ് വാൻഡ്സ് റിവേഴ്സും പിന്നെ ഹെർമിറ്റ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹമുണ്ട് ഈ പേഴ്സണ്. പക്ഷേ ഇത് മുമ്പോട്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് നിന്ന് പോകും. മനസ്സിലായോ? എന്നുവെച്ചാൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നങ്ങൾ വരും ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഒരു സ്നേഹമില്ല എന്നല്ല, ഈ പേഴ്സണൽ സ്നേഹമുണ്ട്, റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ വീണ്ടും തുടങ്ങിയാൽ പിന്നെയും നിന്ന് പോകും, പിന്നെയും വിഡ്രോ ചെയ്യും ഈ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ വിഡ്രോ ചെയ്യും. മനസ്സിലായോ? കാരണം ഇതിനകത്ത് ആ ഒരു നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ
ഒരു പ്രശ്നം വന്ന് നമ്മൾ റീകൺസൈൽ ചെയ്ത് നാട്ടുകാരെല്ലാം പറഞ്ഞ്, നിങ്ങളുടേത് പോട്ടെ, നാട്ടുകാരെല്ലാം പറഞ്ഞ് അല്ലെങ്കിൽ കോടതി വിധിയായി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും. പക്ഷേ പഴയ പോലത്തെ ആ സ്നേഹം പിന്നെ തിരിച്ചു വരില്ല. പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഓക്കെ, കോംപ്രമൈസ്, വേറെ ആരെ കണ്ടാലും ഇത് തന്നെ ആയിരിക്കില്ല സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റീകൺസിലിയേഷൻ വന്നാലും ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയും വന്നും ഇരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് മാറുകയും ചെയ്യും. ഇതൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കില്ല. സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, വിശ്വാസം പോയത് കൊണ്ട്, കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ മെസ്സേജ്. ഇനി സോഡിയാക് സൈൻ വെർഗോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ചെറിയ Cancer, the Taurus, Virgo, Capricorn, Aquarius, Gemini, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Cancer, Aries, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Leo, Taurus, Virgo, Capricorn, Aquarius, Aries, Cancer, Pisces, Scorpio. ഇത്രയുമാണ് നിങ്ങളുടെ ബ്രൗൺ സെലക്ട് ചെയ്തവരുടെ റീഡിങ്, കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഗ്രീൻ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ്. നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണ്. നോ കോൺടാക്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സും നെക്സ്റ്റ് ആക്ഷനും അവരുടെ ഓവറോൾ എനർജി എല്ലാമാണ് നിങ്ങൾ തമ്മിലുള്ള ഓവറോൾ എനർജിയാണ് നമ്മൾ ആദ്യം നോക്കുക. ഓറക്കൽ മെസ്സേജാണ് ആദ്യം നോക്കണം. അത് കഴിഞ്ഞ് ടാരോ റീഡിങ്ങിൽ നിങ്ങൾ തമ്മിലുള്ള ഓവറോൾ എനർജി നോക്കും, കേട്ടോ. അപ്പോൾ എല്ലാ മതക്കാരും ഏത് നാട്ടിലുള്ള ആളുകളാണെങ്കിലും ഓരോ റിലിജ്യൻ ഫോളോ ചെയ്യുന്നവർ, ഓരോ വിശ്വാസം ഫോളോ ചെയ്യുന്നവർ, അവർ ദൈവങ്ങളുടെ പേരും വിശ്വസിക്കുന്ന ദൈവങ്ങൾ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാ ദൈവങ്ങളും എല്ലാ മതങ്ങളും മെസ്സേജ് പറയുന്നത് യൂണിവേഴ്സലാണ്. എല്ലാവർക്കും ബാധകമായ മെസ്സേജസാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്, കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ആർക്ക് വേണമെങ്കിലും ഈ മെസ്സേജ് എടുക്കാം. ചിലർക്ക് അയ്യോ ഇത് ശിവനാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കണ്ട. ഇതിലെ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്, കേട്ടോ. അപ്പോൾ ഗ്രീൻ സെലക്ട് ചെയ്തവർ എടുത്തപ്പോൾ തന്നെ വന്നതുണ്ടോ? ഓക്കെ, ഒരു 3 കാർഡ് വന്നിട്ടുണ്ട്. ഗുഡ് ഫോർച്യൂൺ, your path. You are regarded as a cherished child of the divine deity. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുള്ള ആളുകളാണ് നിങ്ങളെന്നാണ് പറയുന്ന കാർഡ്. പിന്നെ ലവ് ആൻഡ് ഹാർമണി വെയിറ്റ്. അപ്പം നിങ്ങളുടെ സോൾമേറ്റ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഇല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരു നല്ലൊരു സന്തോഷകരമായൊരു ജീവിതം നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. 3ാമത്തത് മൗണ്ടൻസ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താണ്, നിങ്ങളിപ്പോൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് അങ്ങനെയുള്ളൊരു ടെൻഷനിലായിരിക്കും. അപ്പം വളരെ കാം റിലാക്സ്ഡ് ആയിട്ട് പ്രശ്നങ്ങളുണ്ടാവും ജീവിതത്തിൽ. പക്ഷേ അതിനെയെല്ലാം നമ്മൾ വളരെ കാമും റിലാക്സ്ഡുമായിട്ട് നമ്മൾ ഫേസ് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്, ലോർഡ് ശിവയുടെ കാർഡ്സ് പറയുന്നത്, കേട്ടോ. ഇതാണ് 3 മെസ്സേജ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്പിരിച്വൽ അല്ല, മെറ്റീരിയൽ ഓറക്കിളാണ്. ജിപ്സി ഓറക്കിൾ കാർഡ്സാണിത്. അപ്പോൾ ലെറ്ററാണ്. നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഈ നോ കോൺടാക്റ്റിലിരിക്കുന്ന ആളുടെ അടുത്ത് നിന്നായിരിക്കാം കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അറിയാനിടയാവും, കേട്ടോ, ആ പേഴ്സണെ കുറിച്ചിട്ട്. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് വരും, കോള് വരും, ആ പേഴ്സൺ നേരിട്ട് വരാം എന്തായാലും, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും അറിയാനിട വരും നോ കോൺടാക്റ്റിൽ. അപ്പം നിങ്ങളും നിങ്ങളുടെ കോൺടാക്റ്റിലിരിക്കുന്ന പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്.
ലവ് റിവേഴ്സ് ആണല്ലോ, ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നത്. ഒരു ഇമോഷണൽ പ്രശ്നമുണ്ട് റിലേഷൻഷിപ്പിൽ അല്ലേ. ഒരു എന്താ പറയുക, എംപ്റ്റിനെസ് പോലെ, എന്നുവെച്ചാൽ ഒരു വാക്വം പോലെ, ഉള്ളിൽ ഇങ്ങനെ ഒന്നുമില്ല, അതുപോലെ ഒരു എന്താ പറയുന്നതിന്, എംപ്റ്റിനെസ് നമ്മൾ പറയില്ലേ, ഒന്നുമില്ലായ്മ പോലെ, ഒന്നുമില്ല, നീ ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ. പിന്നെ ഇമോഷൻസൊക്കെ നിങ്ങൾ അടക്കി വെച്ചേക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് വന്നിരിക്കുന്നത്? ഫൂൾ. അപ്പോൾ ഒരാളെ മറ്റേ ആൾ ഫൂളാക്കിയ പോലെ, എന്നുവെച്ചാൽ ഒരാളൊരു പ്ലെയർ എനർജിയാണ്, ആവണം എന്നില്ല, മറ്റേ ആൾക്ക് അങ്ങനെ തോന്നിയാലും മതി. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സ്നേഹിച്ചിട്ട് വേണ്ട അകന്ന രണ്ടുപേരാണിത്. അപ്പോൾ ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരാൾ ഭയങ്കരമായിട്ട് മറ്റേ ആളെ സ്നേഹിച്ചിരുന്നു, പക്ഷേ ഈ പേഴ്സൻ്റെ ഉഴപ്പ് കൊണ്ട് മറ്റേ ആൾ അകന്നു പോവുകയാണ്, സ്നേഹിച്ച ആൾ അകന്നു പോവുകയാണ് ചെയ്തത്. സ്നേഹം, ഈ റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട, ഈ സ്നേഹം എനിക്ക് വേണ്ട, എന്നെ നിങ്ങളൊരു വിഡ്ഢിയാക്കാൻ നോക്കി, അതുകൊണ്ട് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് നോ കോൺടാക്റ്റിലേക്ക് പോയ സിറ്റുവേഷനാണിത്. ഇത് നിങ്ങളുടെ എനർജി ആവാം, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആവാം, ആരുടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്ക് കാർഡ്സ് വീഴാത്ത കണ്ടോ? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? 2-3 കാർഡ്സ് കൂടെ കിട്ടുമെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല പേഴ്സൺ. ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു വിക്ടറി ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മാരേജ് ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. പക്ഷെ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ പേഴ്സണെ വിശ്വാസമുണ്ടോ? ഈ പേഴ്സൺ ഈ സിറ്റുവേഷൻ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഈ പേഴ്സൺ സാറ്റിസ്ഫൈഡ് അല്ല, ഭയങ്കര ബേർഡനാണ്, ഓവർ റെസ്പോൺസിബിലിറ്റിയാണ് ഈ പേഴ്സണ്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺ ഭയങ്കരമായിട്ട് ഒരു കുറ്റബോധമുണ്ട് ഈ പേഴ്സൻ്റെ മനസ്സിൽ, ഒരു മനസ്സമാധാനമില്ല, മനസ്സിലായോ? ഉള്ളിലൊരു സമാധാനമില്ല. പുറമേ ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കുകയും എല്ലാ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കറങ്ങാനൊക്കെ പോകുന്നെങ്കിലും ഉള്ളിൽ ഒട്ടും ഹാപ്പിനെസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ് ഈ പേഴ്സൻ്റെ. അപ്പോൾ ഏത് നേരവും ഒറ്റയ്ക്കിരിക്കണം എന്നൊരാഗ്രഹമാണ്. ഒറ്റയ്ക്കിരുന്നിട്ട് നിങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ മാറണം എന്നുണ്ട്. ഇതൊരു പ്രശ്നം കൊണ്ട് കർമ്മഫലം പോലെയാണ് നിങ്ങൾ അകന്നതെന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വിക്ടറി വേണം, ഒരു റിലേഷൻഷിപ്പിന് ഒരു പ്രോഗ്രസ് വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ വളരെ കറേജിയസും കോൺഫിഡൻറ്റും ഒക്കെ ആയിട്ടുള്ള, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ ഈ പേഴ്സൺ ഇങ്ങനെയാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടാവാം, നിങ്ങൾ വല്ല ഹൈ പൊസിഷനിലിരിക്കുന്ന ഒരു മാനേജർ പൊസിഷനിലിരിക്കുന്ന ആരെങ്കിലും ഒരാവാം. ഇത് പെണ്ണോ ആണോ ആരും ആവാം. പിന്നെ നിങ്ങൾ ജീവിതത്തെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ മുഖത്ത് നോക്കി സത്യം പറയുന്നവൻ വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവരോട് നിങ്ങൾ പറയും, നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു, നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യമുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കമ്പനി ആഗ്രഹിക്കുന്ന എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പേഴ്സണ്, പിന്നെ ഈ പേഴ്സൺ നിങ്ങളെ ചിലപ്പോൾ ഈ പേഴ്സൺ ഫ്ലേർട്ടായിട്ട് കണക്കാക്കുന്നുണ്ടാവാം. കാരണം നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്, ഇഷ്ടംപോലെ ആളുകളോട് നിങ്ങൾ സംസാരിക്കും. അപ്പോൾ ആണായാലും പെണ്ണായാലും സംസാരിക്കുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ ഈ പേഴ്സൺ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ചില സമയത്ത് ചില ആളുകൾ ഓരോന്നിനെക്കുറിച്ച് ഓരോ ചിന്താഗതി ഉണ്ട്. ഇത് ട്രഡീഷനാണ് കാണിക്കുന്നത്. ട്രഡീഷണലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ട് അമേരിക്കൻ സ്റ്റൈലിൽ പിള്ളേർ ജീവിക്കുമ്പോൾ നമ്മളുടെ നാട്ടിലുള്ളവർ പറയും, ഇൻക്ലൂഡിങ് ഞാൻ പറയും, എന്ത് ഡ്രസ്സാണ് ഇടുന്നത്, ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, ഇങ്ങനെയാണോ ആൺപിള്ളേരോട് കൂടുന്നത്, ഇങ്ങനെയാണോ പെൺപിള്ളേരോട് കൂടുന്നത്,
എന്നൊക്കെ നമ്മൾ വളർന്നു വന്ന സാഹചര്യം, മനസ്സിലായി. അപ്പോൾ അങ്ങനെ മനസ്സിലുള്ള ഒരാളാണിത്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാവരോടും അടുത്ത് പെരുമാറുന്നത് നിങ്ങൾ പേഴ്സണ് ഇഷ്ടമല്ല, മനസ്സിലായി. നിങ്ങളെ ഇഷ്ടമാണ് പേഴ്സണ്, പക്ഷേ നിങ്ങളുടെ സ്വഭാവം പിടിക്കുന്നില്ല. അപ്പോൾ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അവരോട് മിണ്ടരുത്, ഇവരോട് മിണ്ടരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, മനസ്സിലായോ. അപ്പോൾ ഇതൊക്കെ കൂടി നിങ്ങൾക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ ആയിരിക്കും ഈ പേഴ്സൺ ഒരു പ്ലെയർ എനർജി ആയിട്ട് ഫ്ലേർട്ടായിട്ട് കണക്കാക്കുന്നത് നിങ്ങളെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ പേഴ്സൺ നോ കോൺടാക്റ്റിൽ പോയത്. അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ വിചാരിക്കുമ്പോൾ നിങ്ങളായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇത് ഈ ട്രഡീഷൻ കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു തോന്നിയത്. പെട്ടെന്ന് നിങ്ങളെയാണ് ഈ പേഴ്സൺ, സംശയമുണ്ട് പേഴ്സണ്. ഇത് കോംപ്ലക്സ് അല്ല, ചിലർ ആരോഗൻസ് കൊണ്ട് എന്ന് വെച്ചാൽ 4 പേര് ചില കുട്ടികൾ, പെൺകുട്ടികളുണ്ട്, ചില ആൺപിള്ളേരുടെ കയ്യിലൊക്കെ പിടിച്ച് സംസാരിക്കും. അതുപോലെ ആൺപിള്ളേർ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല, അവർക്ക് പേടിയാണ്. പക്ഷെ പെൺകുട്ടികൾ സാധാരണ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആകുമ്പോൾ ഒന്നുമില്ല ഉള്ളിൽ, എന്നുവെച്ചാൽ തമ്മിൽ ഒരു റിലേഷൻ, വേറെ ചീത്ത റിലേഷൻഷിപ്പ് ഒന്നുമില്ല, ഈവൻ ഫ്ലേർട്ടിങ് പോലും ഇല്ല. പക്ഷെ നല്ല ഫ്രണ്ട്സ് ആകുമ്പോൾ തോളത്തെ കൈയിടണം, കൈ പിടിച്ച് സംസാരിക്കാനും കാണുമ്പോൾ കെട്ടിപ്പിടിക്കാനും, ഇതൊക്കെ പെൺകുട്ടികൾ ആൺകുട്ടികളോട് ചെയ്യുന്നതാണ്, ഫ്രീഡം എടുക്കുന്നതാണ്. അത് ചിലപ്പോൾ പക്ഷേ അവരുടെ ബോയ് ഫ്രണ്ട്സിനോ ഹസ്ബൻഡ്സിനോ ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, മനസ്സിലായോ. ഇപ്പോൾ ഇവർ ബെസ്റ്റി എന്ന് പറയുന്നില്ലേ, അത് പക്ഷേ അതിൻ്റെ കുറച്ച് കൂടിയ ഒരു സിറ്റുവേഷനാണെന്ന് എനിക്ക് തോന്നാറ്. അത് ആ ബെസ്റ്റി എന്നൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഒരു നെഗറ്റീവ് ഇതാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ബെസ്റ്റ് ആൺപിള്ളേരും പെൺപിള്ളേരും തമ്മിൽ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആവാം, അത് ലൈഫ് ലോങ് നിൽക്കുകയും ചെയ്യാം. പെൺകുട്ടികളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനേക്കാളും കൂടുതൽ ചില സമയത്ത് ആൺപിള്ളേരും പെൺപിള്ളേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പായിരിക്കും. അവിടെ ചീത്ത ഇതൊന്നുമില്ല, നല്ല ക്ലോസ് ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ. പക്ഷേ ഈ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര സംശയമുണ്ട്. ഇത് നിങ്ങളും ആവാം, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫ്രണ്ട്സിനെ നിങ്ങൾ സംശയത്തോടെ നോക്കുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് നോ കോൺടാക്റ്റിലേക്ക് പോയത്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ടില്ല ഇപ്പോഴും. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കണം. കാർഡ് കണ്ടില്ല ഞാൻ, എന്നാലും ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഹാർമണി വരുന്നുണ്ടെന്ന് നിങ്ങളുടെ ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണ് പേഴ്സൻ്റെ? ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? വലിച്ചെറിയുന്നതിനേക്കാളും പറഞ്ഞ പോരെ. എന്നാലും അറിയുന്നില്ല കാര്യം കണ്ടോ. അതാണ് ചിലരുടെ എനർജി അങ്ങനെയാണ്, അവർ പറയാൻ ആഗ്രഹിക്കില്ല ഞാൻ നെക്സ്റ്റ് ആക്ഷൻ എടുക്കുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് എന്താ ഞാൻ സർപ്രൈസ് ആയിട്ട് വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് കയറി റീഡിങ് എടുക്കുന്നത് എന്തിനാണ് എന്നോട് ചോദിക്കാതെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് ഓഫ് വോൺസ്. ഈ പേഴ്സൺ ഫോർവേഡ് മൂവ്മെൻറ്റ് ആഗ്രഹിക്കുന്നത്. എങ്ങനത്തെ ഫോർവേഡാണ്? ചാരിയറ്റാണ്. ഇതൊരു പ്ലെയർ എനർജി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം എന്താ പറയുക, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ആണാണെന്ന് തോന്നുമെങ്കിലും മുഖം കണ്ടിട്ട് ഒരു പെണ്ണിൻ്റെ പോലെ ഒരു ലുക്ക് ഉണ്ട്, മനസ്സിലായോ. അപ്പോൾ ഇത് ഫീമെയിൽ എനർജി ആയിരിക്കണം, നിങ്ങളെ കാണുന്നതായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ആ ഫ്ലോട്ടിഷ് ഒരു മെൻറ്റാലിറ്റിയിലായിരിക്കുമോ എന്നൊക്കെ. പക്ഷെ എന്നാൽ ഈ പേഴ്സൺ ഒരു പുതിയ മുമ്പോട്ട് വരണം തന്നെ. അത് പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കണം എന്നുണ്ടോ. ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻ്റാണിത്. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കണം. അതുപോലെ ഒരു കൺഫ്യൂഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കൺഫ്യൂഷൻ വേണ്ട, ക്ലാരിറ്റി ആയിട്ട് സംസാരിക്കണം എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. പക്ഷേ ഈ പേഴ്സൻ്റെ സ്വഭാവം മാറാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരു കൺഫ്യൂഷനിലേക്ക് പോകാൻ വഴിയുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ രണ്ടാമത് റീതിങ്ക് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിനെ കുറിച്ച്. ഇങ്ങോട്ട് വരണം എന്നാണ് മനസ്സുകൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഇതിങ്ങനെ റിലേഷൻഷിപ്പിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും നിങ്ങൾക്ക് വരും. പക്ഷേ ഇവിടെ ഒന്നും കൂടെ നിന്ന് ആലോചിക്കണ്ടേ എന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ ഈ പേഴ്സൻ്റെ സ്വഭാവം മാറ്റണം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം മാറ്റണം. രണ്ടും പോസിബിൾ അല്ല. നമ്മൾ എത്ര നാളാണ് നമ്മളുടെ സ്വഭാവത്തെ മറച്ചു വയ്ക്കുക, അല്ലേ? എന്തെങ്കിലും ഒരിക്കൽ നമ്മളുടെ സ്വഭാവം പുറത്ത് ചാടും, നമുക്ക് മറയ്ക്കാൻ പറ്റില്ല. നമ്മൾ വലിയ കൺട്രോളൊക്കെ ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് അതൊക്കെ ചെയ്ത് ഇതൊക്കെ ചെയ്ത് യോഗയൊക്കെ ചെയ്ത് കൺട്രോളിൽ വരുമ്പോഴാണ് പെട്ടെന്നൊരു സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ നാച്ചുറൽ സ്വഭാവം പുറത്തേക്ക് വരിക. അപ്പോൾ അത് പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ എന്നുവെച്ചാൽ രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു കോംപ്രമൈസിൽ പോകുക, അതേ പോസിബിൾ ആവുള്ളൂ. അല്ലാതെ രണ്ടുപേരുടെയും സ്വഭാവം മാറ്റാൻ പറ്റില്ല, അല്ലേ? അങ്ങനത്തെ ഒരു ചുറ്റും. പക്ഷേ ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാലും അതൊന്ന് റീതിങ്ക് ചെയ്യണേന്ന്, രണ്ടാമൊന്നും ആലോചിക്കണം. എന്തായാലും പോകണം.
ഇപ്പോൾ പക്ഷേ എന്ത് പറയണം, ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നൊരു ചിന്തയുണ്ട് ഈ പേഴ്സൺ കേട്ടോ. ഇനി ഗൈഡൻസ് എന്താണ്? ഡെവൽ റിവേഴ്സ് ആണ്. കൺട്രോള് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരെയും കൺട്രോൾ ചെയ്യരുത്. രണ്ടുപേരും സ്വതന്ത്രമായിട്ട് ശ്വാസം എടുക്കാൻ അനുവദിക്കണം. നമ്മൾ ഒരാളെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അയാൾ നമ്മളെന്തുകൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത്, നമ്മളെ വിട്ട് അയാൾ പോയാലെന്നുള്ള ആ ഒരു ഭീതി, ഇൻസെക്യൂരിറ്റി കൊണ്ടാണ് നമ്മുടെ ലൈഫിലുള്ളവരെ കൺട്രോൾ ചെയ്ത് വെക്കാൻ നോക്കുന്നത്. പക്ഷേ കൺട്രോൾ ചെയ്ത് വെക്കുമ്പോൾ ആരും ഹാപ്പിയല്ല, നിങ്ങളും ഹാപ്പിയല്ല, അവരും ഹാപ്പിയല്ല. അപ്പോൾ അതിലും ഭേദം നിങ്ങളുടെ കൺട്രോള്, ആ പേഴ്സൺ ഇങ്ങനെയായിരിക്കണം, ആ പേഴ്സൺ അങ്ങനെയായിരിക്കണം, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് ആ ഒരു സ്വഭാവം. അപ്പോൾ റിലേഷൻഷിപ്പിൽ ഇവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൺട്രോള് മറ്റേയാളുടെ മേത്തുള്ള കൺട്രോള് റിലീസ് ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫ്രീഡം കൊടുക്കുക, എന്നാലേ നിങ്ങൾക്കും ശ്വാസം എടുക്കാനും മറ്റേയാൾക്ക് ശ്വാസം എടുക്കാനും ഉള്ള സ്പേസ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചുള്ള ജീവിതമാണ്. ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ചത്തുപോകും റിലേഷൻഷിപ്പ്. അപ്പോൾ അതാലോചിക്കുക. അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. കാപ്രിക്കോൺ, ക്യാൻസർ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, Aquarius, Libra, Gemini, Taurus, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Taurus, Leo, Aquarius, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio. പിന്നെ Aries, Leo, Sagittarius, Aquarius, Aries. അപ്പോൾ അതാണ് നമ്മളുടെ ഗ്രീൻ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഞാനെന്തോ പറയാൻ പോയത് മറന്നുപോയി. അപ്പോൾ റെഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ് ലാസ്റ്റ് റീഡിംഗ് ആണ്. ഇന്നത്തെ ഈ റീഡിങ്ങിലെ ലാസ്റ്റ് റീഡിങ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാൻ? എനിക്ക് തോന്നും ഞാൻ ശിവഭക്തിയാണ്, അപ്പോൾ ശിവഭഗവാനാണ് ഏറ്റവും സ്ട്രോങ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളുടെ ഹിന്ദു ദൈവങ്ങൾ, ഞാൻ മറ്റുള്ളവരിലേക്കല്ല പോണേ, ഞങ്ങളുടെ ഹിന്ദു ദൈവങ്ങളിൽ ഏറ്റവും സ്ട്രോങ് ശിവനാണെന്ന് തോന്നുന്നു. ക്ഷിപ്ര കോപിയാണ്, പക്ഷെ അതേപോലെ തന്നെ ഭോലേനാഥാണെന്നാണ് പറയുക. എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള, അനുഭവങ്ങളിൽ നിന്നുള്ള വിശ്വാസമാണ് ഉള്ളൊരു ദൈവമാണിത്. റെഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണ് ഭഗവാനെ. ഡിപ്പെൻഡബിൾ ആണ് ഭഗവാൻ. ഇത്രയും കാർഡ്സ് മാറി നമുക്ക് ബീങ് പൊളൈറ്റ്, ക്രോസ് റോഡ്, ഒരു എന്താ പറയുക, വഴിത്തിരിവിലാണ്. ഡിവൈൻ വിസ്ഡം, ലിസൺ ടു യുവർ ഇന്നർ വോയിസ്. നിങ്ങളുടെ ഉള്ളിലിരുന്ന് പറയുന്നത് ആരോ എന്ത് പറയുന്നുണ്ട്, നിങ്ങളോട് ശ്രദ്ധിക്കുക, ദൈവമാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ട് ആരോടോ. പിന്നെ നിങ്ങളുടെ 7 ചക്രാസിൽ ബ്ലോക്ക് ഉണ്ട്, അത് ഹാർമണൈസ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് മെയിനായിട്ട് വന്നേക്കുന്ന കാർഡ് സാക്രിഫൈസ് ആണ്. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം നമ്മൾ സാക്രിഫൈസ് ചെയ്യും, അപ്പോഴാണത് സാക്രിഫൈസ് ആണ്. നമ്മൾക്ക് വേണ്ടാത്ത കാര്യം മറ്റുള്ളവർക്ക് കൊടുക്കല്ല സാക്രിഫൈസ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം ഞാൻ മറ്റുള്ളവരുടെ ഇതിന് വേണ്ടി കുർബാനി, മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുക, ഞാനത് വേണ്ടാന്ന് വെക്കുക. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉടുപ്പ്, പക്ഷേ ഒരു കുട്ടി ഉടുപ്പ് വേണമെന്ന് പറഞ്ഞു, അപ്പോൾ ആ കുട്ടിക്ക് കൊടുക്കുക. അതൊക്കെ സാക്രിഫൈസ് ആണ്. നമ്മൾക്ക് ഏറ്റവും വലിയ ആഗ്രഹമുള്ള സാധനം വേണ്ടാന്ന് വെക്കുക. അപ്പോൾ എന്തോ ആഗ്രഹമുള്ള സാധനം ഇത് ഈ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളിപ്പം വെള്ളം അടിക്കുന്ന ഒരാളാണെന്നായിരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് വെള്ളം അടിച്ച് വീട്ടിൽ വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ വീട്ടിൽ നമ്മളുടെ മക്കളും, ഭാര്യയാണെങ്കിൽ ഭാര്യ, ഭർത്താവാണെങ്കിൽ ഭർത്താവ്, അവർക്കൊക്കെ നമ്മളുടെ കൊണ്ട് ദുഃഖമാണുള്ളത്. നമ്മൾ പൈസ ചിലവാക്കുന്നു, 4 കാലിൽ വീട്ടിൽ കയറി ചെല്ലുന്നു, സ്വബോധമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കെല്ലാം ദുരിതമാണ് നമ്മളുടെ ഈ പെരുമാറ്റം കൊണ്ട്. അപ്പോൾ നമ്മൾക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടമാണ്, കാരണം ഇത് കുടിക്കുമ്പോൾ നല്ല ലഹരിയാണ്. ഒന്നും അറിഞ്ഞുകൂടാ, കിടന്നുറങ്ങാം.
അപ്പോൾ പക്ഷെ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഈ കാര്യം നമ്മളുടെ വീട്ടുകാർക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കുകയാണ്. അത് സാക്രിഫൈസാണ്. മനസ്സിലാവുന്നത്? അപ്പോൾ നമ്മളുടെ മാത്രം സ്വാർത്ഥമായിട്ട് നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ മറ്റുള്ളവർക്കും കൂടി വേണ്ടി ജീവിക്കണം എന്നാണ് പറയുന്നത്. സാക്രിഫൈസ്. അപ്പോൾ ഇതിനകത്ത് എന്ത് കാർഡാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന നോക്കാം. ജിപ്സി ഓറക്കിളിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാർഡ് എന്താണ്? കോൺടാക്റ്റിലിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. 3 കാർഡാണ് വന്നിട്ടുണ്ട്. 1 ഹോട്ടിനെസ്, അഹങ്കാരം, ഞാൻ ആരൊക്കെയോ ആണെന്ന ഭാവം, ഞാൻ ഭയങ്കര സുന്ദരിയാണ്, സുന്ദരനാണ് എന്ന ഭാവം. പിന്നെ ഫോൾസ്നെസ്, ഫേക്ക്, മീൻസ് വെറുതെ അഭിനയിക്കുക, അതൊരു കാര്യം, അഭിനയം. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് കാണിക്കുന്നത്, അതിന് അഭിനയം എന്ന് പറയാം. പിന്നെ സൈസ് എന്ന് പറഞ്ഞാൽ നെടുവീർപ്പിടുക, ഇതാണ്. അപ്പോൾ ആരെയോ എന്തോ ഓർത്ത് ആരോ നെടുവീർപ്പിടുന്നു. പിന്നെ വൈഫ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഭാര്യ. അപ്പോൾ ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ ലോയൽറ്റിയാണ്. നമ്മൾ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യും, ഫാമിലിയോടാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിയോ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ കുട്ടികളുടെ അച്ഛൻ്റെ അമ്മയുടെയോ ആരുടെയും കുറ്റം, നമ്മളുടെ ഉറ്റവരുടെ കുറ്റം നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ പറയാൻ പാടില്ല. നമ്മളുടെ ഉറ്റവരുടെ കാര്യങ്ങൾ നമ്മൾ എന്ത് വില കൊടുത്തും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ്, അവരെന്ത് ചെയ്താലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മളെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളിൽ നിന്നുള്ളത് ഒരു സപ്പോർട്ട്. അല്ലെങ്കിൽ അവർ തകർന്നു പോകും. ചിലപ്പോൾ നമ്മളുണ്ടെന്നുള്ള അഹങ്കാരത്തിലായിരിക്കും ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യില്ല, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് സ്വകാര്യമായിട്ട് പറയാം, പക്ഷെ പരസ്യമായിട്ട് പറയരുത്, അത് അവർ തകർന്നു പോകും. അപ്പോൾ ലോർഡ്, അപ്പം നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഒരു ലോർഡ്, ഒരു ജന്മി, ഒരു രാജാവ്, വീട്ടിലെ രാജാവ്, ബിസിനസ്സിലെ രാജാവ്, അത് ലോർഡിനെയും കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജസ് വന്നേക്കുന്നത്. ചിലപ്പോൾ പലർക്കുള്ള മെസ്സേജ് ആയിരിക്കും കേട്ടോ, എന്നാലും ഇത്രയുമാണ് കിട്ടിയത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളുടെ നോ കോൺടാക്റ്റിലിരിക്കുന്ന പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ ലവേഴ്സിൻ്റെ കാർഡ് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, ക്വീൻ ഓഫ് സ്വേർഡ്സ് നിങ്ങൾ രണ്ടുപേരും മുഖം തിരിഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരോട് സംസാരിക്കില്ല എന്ന് രണ്ടുപേരും തീരുമാനിച്ചിട്ടുണ്ട്. അടിപൊളിയാണല്ലോ അത്. അപ്പോൾ രണ്ടുപേരും വാശിപ്പുറത്താണ്. അതാണ് ഇവിടെ സാക്രിഫൈസ് വന്നത്. നിങ്ങൾ രണ്ടുപേരും കടുകിട വിട്ടുകൊടുക്കില്ല, അണുവിട കടുകിട എന്തായാലും വിട്ടുകൊടുക്കില്ല എന്ന് വാശിയുള്ള രണ്ടുപേരാണ് കേട്ടോ. അപ്പോൾ മദർ ഓഫ് വാൻസ് ഇവിടെ ചിലപ്പോൾ ആരുടെയോ അമ്മ ഇതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ഭർത്താവിൻ്റെ അമ്മ അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മ, കല്യാണം കഴിച്ചവരാവണമെന്നുമില്ല. 7 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഡിഫെൻസീവ്. അപ്പോൾ ഈ ഒരാൾക്ക് അറിയാം മറ്റേ ആൾ ഈ പറയുന്നത് മുഴുവൻ, ചിലപ്പോൾ നമ്മളുടെ തെറ്റായ ധാരണ ആവാൻ ഇടയുണ്ട്, പക്ഷെ എന്നാലും ഒരാൾക്കറിയാം മറ്റേ ആൾ സംസാരിക്കുന്നത് മുഴുവൻ അയാളുടെ അമ്മയാണ് അയാളുടെ വായിൽ കൂടെ സംസാരിക്കുന്നത്. മനസ്സിലാണോ? അതുകൊണ്ട് തന്നെ മറ്റേ ആൾ ഡിഫെൻസീവായിട്ടിരിക്കും. അപ്പോൾ ഇയാൾ ആക്ഷൻ എടുക്കുന്നില്ല, ഇയാൾ പ്രതികരിക്കുന്നില്ല, പക്ഷേ ഇയാൾ ഫൈറ്റ് തുടങ്ങുന്നില്ല, പക്ഷേ അവർ സംസാരിക്കുമ്പോൾ ഉടനെ ഡിഫെൻസീവ് ആവും, പുറകോട്ട് മാറും, ഒരു കാര്യം കേൾക്കില്ല. മനസ്സിലായോ? ഈഗോ രണ്ടുപേർക്കും ഭയങ്കര വാശിയിലാണ് രണ്ടുപേരും. അടിപൊളി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ടെമ്പറൻസ് ആണ് കാണിക്കുന്നത്. ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സമാധാനമില്ല. മനസ്സിലായോ? ഈ നിങ്ങളുടെ മനസ്സമാധാനം കളയുന്നവർക്ക് അറിയാമോ നിങ്ങൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന്? രണ്ടുപേര് സ്നേഹിക്കുന്ന രണ്ടുപേര് തമ്മിൽ ബഹളമാകുമ്പോൾ, അല്ലെങ്കിൽ വിവാഹം കഴിച്ച ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമാകും, കാഴ്ച വരുന്നില്ല. ഓക്കെ, വിവാഹം കഴിച്ച രണ്ടുപേരെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് എന്തിനാണ് പ്രയത്നിക്കുന്നത് അല്ലേ? അതെനിക്കൊരിക്കലും മനസ്സിലാവാറില്ല. നിങ്ങൾ തമ്മിൽ വഴക്കാണെങ്കിൽ കുഴപ്പമില്ല, മറ്റുള്ളവർ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിക്കുമ്പോൾ അവർക്ക് ഇതിനകത്തുള്ള ഗുണം എന്താണ്? അത് പിന്നെ ദോഷത്തിലല്ലേ
അത് എൻഡ് ചെയ്യാൻ പോകുന്നത്. അത് മനസ്സിലാക്കാണ്ട് സ്വന്തം മക്കളാണ് ദുഃഖം അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത കുറേ പേരുണ്ട്. ഓക്കെ, അപ്പോൾ 5 ഓഫ് നിങ്ങളാണോ ഇറങ്ങിപ്പോകുന്നത് അതോ ഈ പേഴ്സണാണോ ഇറങ്ങിപ്പോയത്? എന്തായാലും നിങ്ങൾ ഇറങ്ങിപ്പോയ പോലെ ഇവിടെ ഫിനാൻഷ്യൽ ലോസ് കാണിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയോ പിടിച്ചു വെക്കുകയോ നിങ്ങൾക്ക് പണനഷ്ടം ഉണ്ടാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ സിറ്റുവേഷനിൽ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ്, നിങ്ങൾക്ക് കിട്ടിയ പണവും കൊണ്ട് പോയി എന്നാണോ? അപ്പോൾ നിങ്ങൾ ജോലി എടുക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ വരുമാനം കൂടെ ഈ പേഴ്സണ് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് നഷ്ടമായ ഒരു ചിന്തയുണ്ട്. അപ്പോൾ നിങ്ങൾ അബാൻഡൻ ചെയ്തു. ഇനിയിപ്പോൾ ഈ പേഴ്സണ് നിങ്ങൾക്കറിയാം ഈ പേഴ്സണിൻ്റെ അമ്മ പറയുന്നപ്പുറം ഈ പേഴ്സണ് പോകാൻ പറ്റില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്ന എന്നെ ഇട്ടിട്ട് പോയില്ലേ, ഞാനല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത്, നിനക്കറിയാം ഞാനല്ല പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്, പക്ഷെ എനിക്ക് അമ്മയെ എതിർക്കാൻ പറ്റില്ല എന്ന് നിനക്കറിയാം, എന്നിട്ടും നീ എന്നെ ഇട്ടിട്ട് പോയില്ലേ. അതാണ്. അപ്പം നിങ്ങൾ വരുന്ന വഴിയും കാത്തിരിക്കുന്നുണ്ട് ഈ പേഴ്സൺ കേട്ടോ. നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ വരുന്നതും കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളോട് ഭയങ്കര പാഷനറ്റ് ആണ് ഈ പേഴ്സൺ. റീകൺസീലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ബാലൻസ്, ഇപ്പോൾ ഒരു ബാലൻസ് ഇല്ല ഈ പേഴ്സണൽ ലൈഫിൽ, ഹാപ്പിനെസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഈ ഹാപ്പിനെസ് കൊണ്ടുവരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കിങ് ഓഫ് വാൻഡ്സ്. ഈ പേഴ്സണ് അമ്മയെ എതിർക്കണം എന്നൊക്കെ ഉണ്ട്, മനസ്സിലായോ? പക്ഷെ അതിനുള്ള ധൈര്യം വരുന്നില്ല. അത് ധൈര്യമല്ല, ഒരു തരത്തിലുള്ള റെസ്പെക്റ്റാണ്. നമ്മളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. പക്ഷെ അത് ചില മാതാപിതാക്കൾ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അത് മിസ്യൂസ് ചെയ്യും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി, ഒരു മകനും മരുമകളും അല്ലെങ്കിൽ ഒരു മകളും മരുമകനും തമ്മിൽ പ്രശ്നങ്ങളാണ് ഇവിടെ. അപ്പോൾ ഈ പേഴ്സണ് ചിലപ്പോൾ ഈ പേഴ്സണിൻ്റെ അധികം വലിയ ജോലിയൊന്നും അല്ലായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സണ് നല്ല ജോലി ഉണ്ടാവും, ഇഷ്ടംപോലെ പണം സമ്പാദിക്കുന്ന ആളാണ്, ലീഡർഷിപ്പിലാണ്, ക്വാളിറ്റിയാണ്, നല്ല ഉയർന്ന ശമ്പളത്തിൽ ഉയർന്ന ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഒരു സന്തോഷമില്ല, ഭയങ്കര റിഗ്രറ്റും ഡിസപ്പോയിൻമെൻറ്റുമാണ് എല്ലാം കൊണ്ടും. ഒരു ട്രാപ്പ് ചെയ്ത ഫീലിംഗ് ആണ് ഈ പേഴ്സണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം ഇട്ടെറിഞ്ഞ് അങ്ങോട്ട് വരണം എന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം ഇവിടെ. സ്നേഹമില്ലായ്മയല്ല, മനസ്സിലാണ്ടോ? രണ്ടുപേർക്കും കൂടിച്ചേരണം എന്നുണ്ട്. നിങ്ങൾക്ക് കൂടിച്ചേരണം എന്നില്ലെങ്കിൽ നിങ്ങൾ റീഡിങ് കാണില്ലല്ലോ. നിങ്ങളുടെ പേഴ്സൺ കൂടിച്ചേരണം എന്നുള്ളതുകൊണ്ടാണല്ലോ ഈ സ്റ്റാർ കാർഡ് ഇവിടെ വന്നേക്കുന്നത്. റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടും കൽപ്പിച്ചു എല്ലാം ഇട്ടെറിഞ്ഞ് ഇവിടെ നിന്ന് പോരണം എന്നുണ്ട്. നോക്ക്, ലീഡർഷിപ്പ് കാണിക്കണം, ഞാൻ എൻ്റെ എന്താ പറയുക, എനിക്ക് ധൈര്യമില്ലായ്മയല്ല. പക്ഷെ എങ്ങനെ അതിപ്പോൾ ഇവർ മനസ്സിലാക്കി പെരുമാറുകയില്ലല്ലോ. ഇതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിതെല്ലാം കൂടെ ഇട്ടെറിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരുമെന്ന് പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. ഇനി നമുക്ക് നോക്കാം ഈ പേഴ്സൻ്റെ എന്ത് ആക്ഷനാണ് എടുക്കുക, എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, അങ്ങനെയാണെങ്കിൽ എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കുക. നൈറ്റ് ഓഫ് സ്വേർഡ്സ്. പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങി വരുന്നതാണ് പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്. പക്ഷേ ഈ ആക്ഷൻ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ അത് സപ്പോർട്ട് ചെയ്യണം എന്നില്ല, മനസ്സിലാവണ്ടോ? ചില സമയത്ത് എന്താ പറ്റുമെന്നറിയോ, രണ്ടുപേര് തമ്മിൽ സ്നേഹം, എല്ലാവരെയും നമ്മൾ പ്ലീസ് ചെയ്തിട്ട് നമ്മൾ കല്യാണം കഴിക്കണം, എല്ലാവരെയും കൂടെ പ്ലീസ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് നല്ലത് വരില്ല, നമുക്ക് പ്രാക്ക് കിട്ടും എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ വരും. ഈ പേഴ്സൺ എല്ലാത്തിനെയും എതിരിട്ട് ഇറങ്ങി വരാൻ പോകുമ്പോൾ ഇവിടെ ഒരു ഹാർമണി ഇല്ലായ്മ വരും. കാരണം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയോ ഈ പേഴ്സണോട് പറയും, അങ്ങനെ എല്ലാവരെയും നിങ്ങൾ ഇട്ടെറിഞ്ഞ് ഇങ്ങോട്ട് വന്നില്ലേ, ഇനി എല്ലാവരും നമ്മളെ ചീത്ത പറയും, ഞാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ വീട് വിട്ടിറങ്ങി നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് പോകുന്നു എന്നൊക്കെ പറയില്ലേ എന്നൊക്കെ ഒരു ഡയലോഗ് ഇവിടെ വരാൻ വഴിയുണ്ട്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാനായിട്ട് പേടിക്കുന്നത്. കാരണം ചെകുത്താനും കടലിൻ്റെ ഇടയിലാണ് ഈ പേഴ്സൺ ശരിക്കും നിൽക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ എങ്ങോട്ട് പോലും പണി കിട്ടും ഈ പേഴ്സണ്, അതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഈ പേഴ്സൺ ഇറങ്ങാനായിട്ട് പ്ലാൻ എടുക്കുന്നുണ്ട്. അതുപോലെ അമ്മയെയും നിങ്ങളെയും ഒരുപോലെ കരുതാനും ഈ പേഴ്സൺ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ എന്താ പറ്റുമെന്ന് പറയാം, നിങ്ങളുടെ ത്രാസ് ഒന്ന് പൊങ്ങിയിരിക്കും. കാരണം കൂടുതൽ വെയിറ്റ് അമ്മയ്ക്കാണ്, കാരണം അമ്മയല്ലേ പ്രസവിച്ച് വളർത്തിയത്, അതുകൊണ്ടുള്ള പ്രശ്നം ഈ പേഴ്സൺ അറിയാം. എന്ത് വന്നാലും അമ്മയെ എതിർക്കാൻ പറ്റില്ല,
എന്നൊരു ചിന്തയാണ്. പക്ഷെ എന്നാലും രണ്ടും കൽപ്പിച്ച് വരും. നിങ്ങൾക്കൊരു ഓഫറും കൊണ്ടാണ് വരുന്നത്. അതിനുള്ള പ്ലാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് വരേണ്ട താമസമേ ഉള്ളൂ. പക്ഷെ അമ്മ നല്ല പണി ഉണ്ടാക്കുമെന്നറിയാം. എന്നേക്കുമായിട്ട് അമ്മയെ ഉപേക്ഷിക്കേണ്ടി വരും ചിലപ്പോൾ. ആ ഒരു ഭീതി ഈ പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. എന്നാലും ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ, അപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്ന് ഈ പേഴ്സണ് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ ചെയ്യുന്നത്. എന്നാലും ഇതിനി, കാരണം നിങ്ങളുടെ മറ്റുള്ളവരുടെ വാശിക്ക് വേണ്ടി നിങ്ങളുടെ നല്ല ജീവിതം, നിങ്ങളുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ വിവാഹം കഴിച്ചു എന്ന് വെച്ചാൽ നമ്മൾ വിവാഹം കഴിച്ചെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ പറഞ്ഞു തീർക്കാൻ നോക്കുക. തീർക്കാൻ രണ്ടുപേർക്കും പറ്റുന്നില്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക. കാരണം ആകെ ഒരു ലൈഫേ ഉള്ളൂ നമുക്ക് അല്ലേ. ആ ലൈഫ് ഇങ്ങനെ അവിടെയും ഇവിടെയും ആയിട്ട് നിന്നിട്ട് ഏത് നേരം കാണുമ്പോൾ വഴക്കിടുക, മനസ്സിൽ ഇതാകെ ടെൻഷൻ, അങ്ങനെ ജീവിച്ച് നിങ്ങളൊരു 50 വയസ്സാകുമ്പോൾ അല്ല 60 വയസ്സാകുമ്പോൾ നിങ്ങൾ കൂടെ ജീവിച്ചിട്ട് എന്താ കാര്യം? പിന്നെ എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക് ആയുസ്? ഇല്ലല്ലോ. അപ്പോൾ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുക. തീരുമാനങ്ങൾ നെഗറ്റീവും ആവാം പോസിറ്റീവ് ആവാം. പക്ഷേ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുക. അല്ലാതെ ഡിലേ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം ആരും ജീവിക്കുന്നില്ല ഇവിടെ. അപ്പോൾ ഇതാണ്, ഈ പേഴ്സൺ ആക്ഷൻ എടുക്കും. പക്ഷേ ഈ പേഴ്സൻ്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ല ഈ ആക്ഷൻ എടുത്താലും. കാരണം മിക്കവാറും ആ പേഴ്സൻ്റെ അമ്മയെ ഈ പേഴ്സൺ ഉപേക്ഷിക്കേണ്ടി വരും. അത് ഈ പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു തൊണ്ടയിലിങ്ങനോട്ട് പിടുത്തം വന്ന പോലെ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് ഈ വന്നിരിക്കുന്നത് കേട്ടോ. 10 of Swords എന്ന് പറഞ്ഞാൽ ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് വർക്ക് ചെയ്ത് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അതാണ്, രണ്ടും ഓപ്പോസിറ്റ് കാർഡ്സ് ആണ്. ഇതൊന്നില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം, മടുത്തു. അപ്പം നിങ്ങൾക്ക് ചോയ്സ് തരുവാണ് യൂണിവേഴ്സ്. നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിക്കളയാം, ഒരു കോൺടാക്റ്റും വേണ്ട, എന്നിട്ട് ഇത് ഉപേക്ഷിച്ചിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോവാം. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞ് ഒരു കോംപ്രമൈസിലേക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ചില സമയത്ത് എന്താ പറയുക, ഈ പേഴ്സൻ്റെ അമ്മ ആണ് ഈ പേഴ്സണെ കൊണ്ട് നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ പേഴ്സൺ പാവമാണ്. അപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്ന പോലെ, അത് കാര്യമായിട്ട് എടുക്കാതിരുന്ന പോലെ, നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളോട് പറയും, ഓക്കെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നോട് ഇത് പറയുന്നത്, കാര്യമൊന്നും ആക്കണ്ട, അമ്മയ്ക്ക് ദേഷ്യം, പ്രായമുള്ള ആളല്ലേ, ദേഷ്യം വരാണ്ടിരിക്കാനാണ് ഞാൻ നിന്നോട് പറയുന്നത്. ഈ ഭർത്താക്കന്മാർ ഈ ഭാര്യയുടെയും അമ്മയുടെയും ഇടയിൽ കിടന്ന് തിങ്ങുന്ന പോലെ ഒരാരും തിങ്ങുന്നുണ്ടാവില്ല കേട്ടോ. ശരിക്കും നിങ്ങളൊക്കെ സമ്മതിക്കണം. ഇങ്ങനെ ടെൻഷനുള്ള സിറ്റുവേഷനുള്ള അവിടെ രണ്ടുപേരും അടിക്കില്ലല്ലോ, രണ്ടുപേരും വാശിപ്പുറത്ത് നിൽക്കും. ഈ അലിയൻസ് എന്ന് പറഞ്ഞൊരു സീരിയലുണ്ട്, അതിനകത്ത് കനകൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. പുള്ളി ചില സമയത്ത് മിണ്ടാതിരിക്കും, എന്തെങ്കിലും പറഞ്ഞു നോക്കും ഭാര്യയോട്. അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ, ഭാര്യയോട് പറഞ്ഞു നോക്കും, അമ്മയല്ലേ പ്രായമുള്ളല്ലേ അഡ്ജസ്റ്റ് ചെയ്താൽ പോലെ. അപ്പോൾ ചിലപ്പോൾ ഭാര്യ ചാടിക്കടിക്കും, പുള്ളി മിണ്ടില്ല. ആ ക്യാരക്ടറൊക്കെ നല്ല ക്യാരക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. ഞാൻ സോഡിയാക് സൈൻസ് പറയാം, നിങ്ങളുടെ ഡിസിഷനാണ്, നിങ്ങൾ ഡിസൈഡ് ചെയ്യണം കേട്ടോ. Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn. പണത്തിൻ്റെ കുറേ ഇത് കാണിക്കുന്നുണ്ട്. Aries, Leo, Sagittarius, Taurus, Libra, Cancer, Pisces, Scorpio, Aries, Aquarius, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aquarius, Sagittarius, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aquarius, Libra, Gemini. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. ഞാൻ ഓരോ സിറ്റുവേഷൻ, ഞാൻ കണ്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതാണ്. റീഡിങ്ങിൽ കാണുന്ന കാര്യം അങ്ങനെ തന്നെ ഒരു ഇതുമില്ല, മറയില്ലാതെ ഞാനങ്ങ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് റീഡിങ്. അപ്പോൾ എല്ലാവർക്കും ദൈവം സന്തോഷവും സമാധാനവും തരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിങ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി ഒരു റീഡിങ്ങുമായി വീണ്ടും വരാം. ബൈ ബൈ.